ഇപ്പം രസകരമായ ഒരു വാർത്തയാണ്. ഒടുവിൽ സന്തോഷ് പണ്ഡിറ്റിന് അതും കിട്ടി. പടമിറങ്ങി 2 ആഴ്ച തികയും മുൻപേ ഒരു അവാർഡ് നൽകിയതാകട്ടെ മലയാള സിനിമയിലെ കാരണവരായ നടൻ മധു. അവാർഡ് ചടങ്ങ് നടന്ന തിരുവനന്തപുരത്തെ YMCA ഹാളിൽ സൂചി കുത്താൻ ഇടമുണ്ടായിരുന്നില്ല. ഇവിടെയും സന്തോഷ് പണ്ഡിറ്റിന്റെ ആരാധകർ. കഥാതിരക്കഥ മുതൽ മേക്കപ്പ് വരെ ഒറ്റയ്ക്ക് ചെയ്ത് മലയാള സിനിമയിൽ സംഭവമായ സന്തോഷ് പണ്ഡിറ്റിന്റെ ചങ്കൂറ്റത്തിനാണ് അവാർഡെന്നാണ് അവാർഡിന്റെ സംഘാടകരായ ഏകലവ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞത്. പല പടങ്ങളും പെട്ടിയിലിരിക്കുന്ന ഈ കാലത്ത് മലയാള സിനിമയുടെ കൊക്കയിൽ വീണുപോകാതെ സന്തോഷ് രക്ഷപ്പെട്ടത് അത്ഭുതമെന്ന് സിനിമാ മന്ത്രി ഗണേഷ് കുമാർ. ഒടുവിൽ ആ മുഹൂർത്തം വന്നെത്തി. സന്തോഷ് അവാർഡ് ഏറ്റുവാങ്ങി. 3 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ നീണ്ട തെറികൾ സിനിമ റിലീസായപ്പോൾ കേട്ടെന്ന് സന്തോഷ് പണ്ഡിറ്റ്. പല SD കാളുകളും വിളിച്ചയാളിന്റെ കാശ് തീർന്നതുകൊണ്ട് മാത്രം കട്ടായി പോയെന്ന പരിഭവം. കൃഷ്ണൻ രാധയ്ക്കും പ്രചോദനമായത് ശ്രീ മഹാഭാഗവതമാണത്രേ. അടുത്ത ഡയലോഗ്: സിനിമ സംവിധാനം ചെയ്തതും അഭിനയിച്ചതും മനഃപൂർവ്വമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, അഭിനയിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പ്രശസ്തനാകില്ല. അതേപോലെ തന്നെയാണ് ഗായകരുടെ കാര്യം. ഞാൻ ആരും ചെറുതാന്ന് പറയല്ല, പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇവിടെ പ്രശസ്തിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പാടണം, ഒരു കഴിവില്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കണം, എന്നാലൊക്കെ നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റും. ഒടുവിൽ പുതിയ സിനിമയായ ജിത്തു ബായി എന്ന ചോക്ലേറ്റ് ബായിലെ പാട്ടും പാടി സന്തോഷ് ഞെട്ടിച്ചു. You are my Jackson, Michael Jackson. You are my hero, superhero. Music is the name of love. Papi, your name is love. ആനന്ദലബ്ധിക്ക് ആരാധകർക്ക് ഇനി എന്തു വേണം? ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ക്ഷമിക്കണം, ഇതൊന്നും കാണാൻ താല്പര്യമില്ലാത്ത കാണികളും കാണാമെങ്കിലും പ്രേക്ഷകർ ഇതും പ്രതീക്ഷിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ വാർത്തയും ഇതിൽ ഇടം പിടിക്കുന്നത്.